പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ മെയ് മാസം 17 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചില്ലേ? കർത്താവെ, അങ്ങേക്ക് സ്തോത്രം. അപ്പോൾ നന്ദിയോടെ സ്തോത്രം അപ്പ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിലുണ്ടായിരുന്ന അങ്ങയുടെ കരുതലിനായിട്ട്, കാവലിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവ് കൃപ ചെയ്തതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അനുഗ്രഹിച്ച് നടത്തുന്ന ദൈവത്തിന്, അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ യേശു നല്ലവനാകുന്നു. എൻ്റെ യേശുവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. 136 സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, ആമേൻ ആമേൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ആമേൻ, സ്തോത്രം. അതിൻ്റെ 23 വാക്യം പറയും, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനെ, കരമുയർത്തി പറ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. 26 വാക്യം പറയുന്നു, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, രാവിലെ ദൈവത്തെ സ്തുതിക്കുന്നത് ഒരു പദവിയാണ്, പ്രാർത്ഥിക്കുന്നത് നമുക്കൊരു അനുഗ്രഹമാണ്. ദൈവവചനം കേൾക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഈ പ്രഭാതത്തിൽ. അതുകൊണ്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരികയാണ്. അപ്പയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവിയാണല്ലോ രാവിലെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ പദവിക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന വിവിധ സമയങ്ങളിൽ ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുമ്പോൾ അങ്ങയുടെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ ശക്തി അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവേ, ശാരീരികമായ ക്ഷീണങ്ങളാൽ കഴിയുന്നവരുണ്ട്. ആമേൻ. വായ്ക്കകത്ത് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലും ആമേൻ, അൾസറുകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർ ആരോഗ്യമുള്ളവരായി മാറട്ടെ, അവർ സൗഖ്യമുള്ളവരായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സ്വസ്ഥത തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആമേൻ. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇവർ സൗഖ്യമാകട്ടെ. ഫൈനാൻഷ്യലി ഇവർ എക്യുപ്ഡ് ആകട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആത്മീയമായി വളരട്ടെ. ഇവരുടെ പ്രാർത്ഥനാ ജീവിതം ശക്തി പ്രാപിക്കട്ടെ. ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇവരുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഇവരുടെ സ്നേഹം വർദ്ധിക്കട്ടെ. ഇവർ ക്രിസ്തുവിൽ ആമേൻ ആമേൻ തികഞ്ഞവരായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറട്ടെ. ഞങ്ങൾ ഇവരെ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം തൻ്റെ കുഞ്ഞുങ്ങളിലൂടെ മഹിമപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും വിവേകവും ഒക്കെ കൊടുത്ത് അനുഗ്രഹിക്കണം. പഠിക്കുവാൻ ആവശ്യമായ ബുദ്ധിയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്തു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കട്ടെ, അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബിസിനസ്സുകാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ബിസിനസ്സിൽ ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ. ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. അവർ ജോലി ചെയ്യുന്നിടത്ത് അവരൊരു അനുഗ്രഹമായി തീരട്ടെ, അവരൊരു മഹത്വമായി തീരട്ടെ. അങ്ങയുടെ കൃപ അവിടെ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പകൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് പിന്നെയും സ്തോത്രം. ഇന്ന് ഞായറാഴ്ച സഭായോഗം ലോകവ്യാപകമായി നടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ഉണർവുണ്ടാകട്ടെ, വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, വലിയ ദൈവിക മഹത്വം ലോകവ്യാപകമായി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞ് കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷേ നാളെ വൈകിട്ട് നമുക്ക് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മൾ കേട്ടത് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നുള്ളത് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, എന്നിട്ട് നിങ്ങൾ എന്തായി മാറും? എൻ്റെ സാക്ഷികളായി മാറും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ മേൽ ശക്തി പകരും. ആമേൻ. അതെന്ത് ശക്തിയാണ്? ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ മേൽ പകരുന്നത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 10:32 പറഞ്ഞു, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് യേശു എന്ത് ചെയ്തു? നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കിയും ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. ഇതുപോലെയാ ഒരാളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആമേൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അമാനുഷികമായ ശക്തി ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? മനുഷ്യൻ ചെയ്യാത്തതായ കാര്യങ്ങൾ ചെയ്യുവാൻ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മളെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? സാധാരണക്കാരായി ജീവിക്കുവാനല്ല, അസാധാരണക്കാരായി ജീവിക്കുവാനും. ഒരു കാര്യം ഓർത്തോണേ, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ആത്മാവ് നമ്മളെ വഴി നടത്തും, സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ ദൈവവചനം അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും. നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ആരായിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്? സഹായകനായിട്ടാണ് കൂടെ നിൽക്കുന്നത്. നമ്മുടെ മാനുഷിക ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ നോക്കുമ്പോൾ അവിടെ പരാജയങ്ങൾ വരും, ഫ്രസ്ട്രേഷൻസ് വരും, നമ്മൾ നിരാശപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കും. അപ്പോൾ നമ്മുടെ ടെംപ്റ്റേഷൻസിനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. ആമേൻ. വിചാരങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ട്. അപ്പം നമ്മളിൽ ഒരു ബലഹീനതയുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാൻ കഴിയും, പരിശുദ്ധാത്മാവേ, ഞാനൊരു ക്ഷിപ്രകോപിയാണ്, പെട്ടെന്ന് കോപമുണ്ടാകുന്നു. അപ്പോൾ നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മാനുഷികമായ പവർ ഉപയോഗിച്ച് നമ്മളതിനെ അടക്കി വെക്കുവാൻ നോക്കുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും ഇതെടുത്ത് ചാടുന്നു. ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ സഹായിക്കണമേ, എനിക്ക് ഈ കോപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ സഹായിക്കണമേ. ദെൻ എന്ത് സംഭവിക്കും? നമ്മുടെ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ തുടങ്ങും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആ വിഷയത്തിൽ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏത് സ്വഭാവത്തിൽ നിന്നും പുറത്തു വരുക. ഇപ്പം എത്ര വലിയ അഡിക്ഷനുകളാണെന്ന് പറഞ്ഞാലും ഒരു നിമിഷം കൊണ്ട് അഡിക്ഷനുകൾ മാറിയത് നമ്മൾ കേൾക്കുന്നില്ലേ? 10-20 വർഷമായിട്ട് അഡിക്ഷനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ വേഗത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വന്നു. അപ്പം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ വിശ്വാസം, നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കുന്നു. അപ്പം നമ്മളിലേക്ക് വ്യാപരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ മതി, ഒരു 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 ബൾബ് കത്തുവാൻ വേണ്ടി എല്ലാം ഓണാക്കി വെച്ചു, എല്ലാ കണക്ഷൻസും കൊടുത്തു വെച്ചു. പക്ഷേ സ്വിച്ച് ഓൺ ആക്കുന്നത് പോലെ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? അത് നമ്മുടെ കഴിവുകൊണ്ടല്ല കത്തുന്നത്, അതിനകത്തേക്ക് പവർ ഇലക്ട്രിസിറ്റി വന്നു, അപ്പോൾ പെട്ടെന്ന് ലൈറ്റ് കത്തി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതല്ലേ പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുന്നത്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാണ്. അപ്പം ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ബലഹീനരാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ദൈവാത്മാവിൻ്റെ സഹായം ചോദിക്കണം. പരിശുദ്ധാത്മാവേ, എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് പറയുമ്പോൾ ഏത് ബലഹീനതയിലാണോ നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് ചിലർക്കാണെങ്കിൽ നാവിൻ്റെ മേൽ കൺട്രോളില്ല, ചിലർക്കാണെങ്കിൽ ചിന്തകളുടെ മേൽ കൺട്രോളില്ല, ചിലർക്കാണെങ്കിൽ കാഴ്ചകളുടെ മേൽ. എന്താണോ നിങ്ങളെ ബലഹീനരാക്കുന്നത്, നിങ്ങളെ ആമേൻ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത്, ദൈവിക സ്വഭാവത്തിൽ നിങ്ങളെ അകറ്റിക്കളയുന്നത്, ആ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, ശക്തി ചോദിക്കുക. പരിശുദ്ധാത്മാവെ, എന്നെ സഹായിക്കണമേ എന്ന് പറയുമ്പോൾ അവിടെ നമ്മളെ സഹായത്തിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. അതിൽ നമുക്ക് ജയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബലഹീനതകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം.
ആമേൻ. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ബലഹീനതകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ വേണ്ടി നമ്മൾ പരക്കം പായുക. നമ്മുടെ കണ്ണിൽ വലിയ കോല് കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് ഇതിനാണ് നമ്മൾ നീക്കാൻ പോകുന്നത്. നമ്മുടെ കണ്ണിലെ കോലെടുത്ത് കളയുക. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണോ എന്നെ ക്ഷീണിപ്പിക്കുന്നത്, എവിടെയാണോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, അത് നമ്മൾ കണ്ടെത്തുക. ചിലർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചിലർ പറയും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ സഹായം ചോദ്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോദ്യം, എനിക്ക് പ്രാർത്ഥിക്കണം. ചിലർ പറയും വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. യെസ്, പരിശുദ്ധാത്മാവ് സഹായിക്കുവാനുണ്ടല്ലോ. പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുക, എനിക്ക് വചനം ഗ്രഹിക്കണം, എനിക്ക് വചനം വായിക്കാൻ ആഗ്രഹം ഉണ്ടാകണം. പഠിക്കാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല, മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കും. സ്വഭാവ ദൂഷ്യം, സഹായിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നിൽ സൂപ്പർ നാച്ചുറൽ പവറാണ് വ്യാപരിക്കുന്നത്. അത് നിന്നെ അത്ഭുതമാക്കി മാറ്റും. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് നിനക്ക് ചെയ്യുവാൻ കഴിയും. തുടർന്ന് കർത്താവ് അനുഭവിച്ച നാളെ അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇന്ന് എന്ത് ബലഹീനതയുണ്ടോ അതിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട്. നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരും. നിന്നെ സഹായിക്കും. കോപമായാലും അഡിക്ഷൻസ് ആയാലും എന്ത് തരത്തിലുള്ള തെറ്റായ സ്വഭാവങ്ങളാണെങ്കിലും അതിനകത്തുനിന്ന് പുറത്തു വരുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പരിശുദ്ധാത്മ സഹായം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഞാനും ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ആത്മാവിൻ്റെ സഹായം ഉണ്ടാകട്ടെ, ദൈവാത്മാവിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാകട്ടെ. അഡിക്ഷനകത്തുനിന്ന് പുറത്തു വരുവാൻ, ആ തെറ്റായ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ, ആ ബലഹീനതകളെ ജയിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ അസിസ്റ്റൻസ് ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും നന്മയും കണ്ടയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ആമേൻ. നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.